ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ഒരു 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ 2 മീറ്റർ മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 മീറ്റർ ലൈനിങ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ യോക്കിന് മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ, താഴ്ഭാഗത്തിന് ലൈനിങ് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലൈനിങ് വെക്കണമെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ ലൈനിങ് കൊണ്ട് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിലൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 12 ഇഞ്ചാണ്. നമ്മുടെ യോക്കിന് വേണ്ട ലെങ്ത്ത് 11 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ നെക്ക് വിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ചാണ് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 5 ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഒരു 6.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ അളവ് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ വരച്ച ആ ഒരു ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് നമുക്ക് വരച്ചെടുക്കാം. ഇനി നെക്കിൻ്റെ ലെങ്തായിട്ട് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ചൊന്ന് ബോക്സ് പോലെ നമുക്കവിടെ വരച്ചെടുക്കാം. എന്നിട്ട് ഞാനവിടെ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നെക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്ക്വയർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അഥവാ വി നെക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. വി നെക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പീറ്റർ പാൻ കോളറല്ലേ. അതുകൊണ്ട് നമ്മൾ റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ടിനായിട്ട് 2 പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓപ്പൺ സൈഡിൽ നിന്ന് ഞാനൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് അതേ മാർക്കിങ് നമ്മൾ ബാക്ക് പീസിലേക്കും കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ചീത്ത വശങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നെക്കും അതുപോലെ തന്നെ ആം ഹോളും അടിച്ചെടുക്കുക. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്. ഇത് ബാക്ക് പീസ് 2 ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ആദ്യം അടിക്കുക. അതിന് ശേഷം നെക്ക്, പിന്നെ ആ ഒരു സെൻറ്ററിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു പോർഷനും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് അടിച്ചെടുക്കാനുള്ളത്. ഇനി ബാക്കി വേണ്ടത് സ്കേർട്ടിൻ്റെ പോർഷനാണ്. നമുക്കിവിടെ വേണ്ട ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 21 ഇഞ്ചാണ്. നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത്, ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് 30 ഇഞ്ചാണ്. മുകളിലത്തെ 11ഉം താഴെ 19 ഇഞ്ചുമാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 1-2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഞാൻ 21 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ മോഡലിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ ഫ്രണ്ട് പീസ് വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ നെക്ക് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് എല്ലായിടത്തേക്കും നമ്മൾ ഇതുപോലെ ഒരു 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. വീഡിയോയിൽ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാമോയെന്നറിയില്ല. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത പീസ് വേണമെന്നൊന്നുമില്ല, 2 സെപ്പറേറ്റ് പീസായാലും മതി. എന്നിട്ട് നമ്മൾ കോളറിൻ്റെ സെൻറ്ററിലൊരു ഷേപ്പ് വരയ്ക്കില്ല, അതുപോലെ ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ച വരയിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യുക. കാരണം നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/4 ഇഞ്ച് വേണം. അപ്പോൾ കറക്റ്റ് ആ ലൈനിൽ കൂടി കട്ട് ചെയ്യാതെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി കട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ഒരു കോളർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് അളവിലായിരിക്കണം, അതായത് കറക്റ്റ് ആ ഒരു ഷേപ്പായിരിക്കണം, എന്നാലാണ് കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിത് ക്യാൻവാസിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു കോളർ അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഷേപ്പ് ആക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് 2 പീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു നല്ല പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കോളർ എങ്ങനെയാണോ നമ്മുടെ കഴുത്തേൽ വെച്ചാലിരിക്കുന്നത്, നമ്മുടെ ഫ്രോക്കിൽ വെച്ചാലിരിക്കുന്നത് ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ഒന്ന് അടിച്ചെടുക്കുക. അതായത് നമ്മുടെ കഴുത്തിനോട് യോജിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നെക്ക്, ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി പുറം ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുക. ബാക്കി എന്നിട്ടുള്ള തയ്യൽ തുമ്പ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് ആ ഒരു കോളറിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് അതൊന്ന് തിരിച്ചിടണം. ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കോളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കേണ്ട, അതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നെക്കിലേക്ക് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ലൈനിങ്ങിൻ്റെ പീസാണ്. ലൈനിങ്ങിൻ്റെ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ കോളർ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കോളറില്ലേ, അതിൻ്റെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളുടെ മെയിൻ ക്ലോത്ത് വരുന്ന ഭാഗം താഴേക്ക് വരുന്നത് പോലെ വെക്കുക. ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കുമാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, അതിൻ്റെ നല്ല വശം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. ആദ്യം അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തെടുത്തു. അതിന് ശേഷം നമ്മുടെ മെയിൻ പീസ് എടുക്കുക. മെയിൻ പീസിൻ്റെ നല്ല വശവും താഴേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആം ഹോളും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ആ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കോളർ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. ഞാൻ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മെയിൻ പീസിൽ നല്ല രീതിയിലാണ് കോളർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ ആം ഹോളും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലും അതുപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടോ, നമ്മുടെ കോളർ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷോൾഡർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ മെയിൻ പീസും ലൈനിങ്ങും കൂടെ ഒരുപോലെ വരത്തക്കവണ്ണം. എന്നിട്ട് താഴ്ഭാഗം ഒന്നും നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണി കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പീസ് നല്ല തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് ഈ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ നമുക്ക് 2 സൈഡും കൂടെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുമ്പോൾ തിരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒറ്റ തുണി എടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ ബാക്ക് സൈഡ് ഇരിക്കുന്നത് അതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. ആദ്യം ആ സെൻറ്റർ പോർഷൻ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നെക്ക്, പിന്നീട് ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളതിൻ്റെ സൈഡ് ഭാഗം ഒന്നും യോജിപ്പിക്കുന്നില്ല, അത് നമുക്ക് പിന്നെ ലാസ്റ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആം ഹോളും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആം ഹോൾ യോജിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കറക്റ്റ് ആ ഒരു ഷോൾഡർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ഫ്രണ്ട് പീസ് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുന്നത്. അതിന് ശേഷം ആ ഒരു അളവിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ആം ഹോൾ ഒന്ന് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ 2 പീസിൻ്റെയും അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ചെറിയ കട്ടിങ്ങുകളൊക്കെ ഇട്ട് കൊടുത്താൽ അത് കറക്റ്റായിട്ട് തിരിഞ്ഞു വന്നോളൂ. നമ്മളിപ്പോൾ ഇത് തിരിച്ചെടുക്കുന്നില്ല, അതായത് തിരിച്ചിട്ടെടുക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമാണ് തിരിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്ക് പീസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. ആം ഹോളിലും അതുപോലെ നെക്കിലും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തിരിക്കണ്ട കേട്ടോ, അതുപോലെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ 2 പീസും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് ഇട്ടടിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ചെറിയ കട്ടിങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോൾ 2 പീസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിലേക്കുള്ളത്. ഇനി വേണ്ടത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഈ ലൈനിങ് ഇതുപോലെ പൊക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ പീസ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഷോൾഡറുകൾ തമ്മിൽ ഒരുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വെളിയിൽ കാണാതെ നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം ചിലപ്പോൾ കുറച്ച് കൂടിയെന്ന് വരാം.
അപ്പം അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു പീസ് ഏതായാലും കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം എക്സ്ട്രാ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് കൂട്ടി അടിച്ച് എടുക്കാം. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കുക. ഇപ്പം ഞാൻ ബാക്ക് പീസിൻ്റെ നമുക്കൊരു ചെറിയ ഒരു പോയിൻ്റ്, ഒരു 1/4 ഇഞ്ചിൻ്റെ കൂടുതലുണ്ട്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അടിച്ചു വരാം. നമ്മൾ ആ ഒരു നെക്കിനോട് ചേർന്ന് വരുന്ന ഭാഗം എപ്പോഴും കറക്റ്റാക്കി വയ്ക്കുക. ആം ഹോളിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഗ്യാപ്പ് ഉള്ളതെങ്കിൽ അവിടം വരെ അടിച്ച് കൊണ്ട് നിർത്തിയിട്ട് നേരെ താഴേക്ക് ആം ഹോളിലേക്ക് ആ ലൈൻ ഉണ്ടല്ലോ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് വരത്തക്കവണ്ണം കറക്റ്റായിട്ടങ്ങ് അടിച്ചു പോവാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കണ തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റേ പീസും അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചേച്ചാൽ മതി. ഇതിൻ്റെ ലൈനിങ്ങും മുകളിലും താഴെയും വരണം. അതുപോലെ മെയിൻ പീസുകൾ തമ്മിൽ മുകളിലും താഴെയും വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതായത് നെക്കും ആം ഹോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. അതൊന്ന് നോക്കിയിട്ടൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. അടിച്ചു കഴിയുമ്പോൾ പിന്നെ അത് അഴിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സൈഡിലും നമ്മളിതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ലൈനിങ് അതുപോലെ മെയിൻ പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് പീസിലെയും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബാക്ക് സൈഡിൽ സിബ്ബാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്കോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. അപ്പം ഞാൻ ബാക്ക് സൈഡിൽ ഇപ്പോൾ സിബ്ബ് വെക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് അത് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബോഡി പാർട്ട് ജോയിൻ ചെയ്തതിന് ശേഷം സ്കേർട്ട് പിടിപ്പിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് പിടിപ്പിക്കുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ ആയിട്ടാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗം നമ്മൾ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ആ പ്ലേറ്റ് ഇട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ഒരു വിട്ട് എത്രയാണോ ആ വിട്ടിൻ്റെ കറക്റ്റായിട്ടാണ് കിട്ടണത്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക രണ്ട് സൈഡിലെയും. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെയും നമുക്ക് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ വള്ളി എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ ഈ സമയത്ത് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിലൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ വള്ളി അടിച്ചെടുക്കുന്നത് പോലെ പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്ത്താണ്. അപ്പോൾ ബാക്ക് സൈഡിലും അതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക കേട്ടോ. ഇനി സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൈഡും ജോയിൻ ചെയ്ത് താഴ്ഭാഗവും മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കോളറിൽ ഞാൻ ചെറുതായിട്ടൊരു ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിനായിട്ട് കിടക്കണായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.